സ്പോൺസർ പറഞ്ഞിരിക്കുന്ന പുതിയ വിൻഡോയിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നില്ല നിലവിലെ വിൻഡോയിൽ എന്നുള്ളതാണ്. ശ്രീകരൻ കിട്ടിയ പക്ഷെ ഞാൻ കേട്ട അങ്ങനല്ല, അയ്യൂബ് ഉണ്ടാക്കി പറയണ്ട. പിന്നെ നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവലിന് 20 ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതിപ്പോൾ തയ്യാറായി വരികയാണ്. ശരിക്കും മിഞ്ഞാന്നായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് വേഗത്തിലാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 1000-ഓളം ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. അവിടെ ആ സ്പോൺസർ തന്നെയാണ് ആവശ്യമായിട്ടുള്ള 19 കോടി രൂപ ചെലവഴിക്കുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ നടക്കുന്നത്. പക്ഷേ ആ ഒരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ അർജൻറ്റീനൻ ടീം തന്നെ ആ കളി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടില്ല. അവർ പരിശീലനം എന്നാണ് അവരിപ്പോൾ തന്നെ അനൗൺസ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ ടീമിൽ തന്നെ. അങ്കോളയിൽ ഒരു കളിയും അതോടൊപ്പം തന്നെ കേരളത്തിലൊരു കളിയും അങ്ങനെയാണ് വെച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അപ്രൂവൽ എടുക്കാനുള്ള ശ്രമം നടക്കുക. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരു കുറവ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഇത് നമ്മൾ ആ സമയത്തിനാവുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഈ അണ്ടർ-17 പോലത്തെ ഫിഫ കപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഫിഫ വിൻഡോയിലുള്ള കളിയല്ല. ഈ ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരം എന്ന ഫിഫ വിൻഡോ ഫിഫയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ശുപാർശ ചെയ്തു, ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരൊന്നിച്ചായിരുന്നു വന്നിരുന്നത്. അവർ ശുപാർശ ചെയ്തു. ഫിഫയുടെ വൈസ് പ്രസിഡൻറ്റിനെ നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല എഫേർട്ട് ഇതിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഫിഫയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പോഴും അവർ പറഞ്ഞ് ഈ ഒരു ദിവസത്തിനുള്ളിൽ ആ അംഗീകാരം വാങ്ങിക്കൊടുത്താൽ അവർ വരുന്നതാണ്, വരില്ല എന്ന് പറയണില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിലും ഒരു കളി നഷ്ടമാവില്ല. ഈ വിൻഡോയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകാരം ലഭ്യമായില്ല അടുത്തതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അഥവാ അല്ല, ഇതിനുള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടി, ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ബാക്കിയുള്ള പേപ്പറുകൾ അറിയാലോ. ഇപ്പോൾ ഈ ബാംഗ്ലൂരിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്കിത് പൂർണ്ണമായും പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടന്നു. NIT പോലുള്ള സ്ഥാപനങ്ങൾ വന്നു, PWD പരിശോധിച്ചു, നമ്മളെ PWD ഡിസൈൻ വിങ് പരിശോധിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറ്റമറ്റ രീതിയിൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഫ്ലഡ് ലിസ്റ്റ് ആ ഒരു സ്റ്റേഡിയത്തിൽ ലൈറ്റുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ലൈറ്റ് ഹാലജൻ ലാമ്പാണ്. അത് കത്തി വരണമെങ്കിൽ 1 മണിക്കൂർ കൂടി. ഇപ്പോൾ അത് മാറ്റാനുള്ളതായി ടെൻഡർ കൊടുത്തു. അത് ഫിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഫിറ്റിങ്സ് ബാക്കിയുണ്ട്. ബാക്കി ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു. കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. സ്റ്റേഡിയത്തിന് അംഗീകാരം കിട്ടാത്തതാണ് അപ്പോൾ ഫിഫയുടെ അല്ല, ഇതിങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അതാണോ ഫിഫയുടെ അനുമതി ലഭിക്കാത്തതിനുള്ള കാരണം? ഫിഫയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ നിന്ന് കൊടുക്കാണ്ടിരുന്നത്. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങൾ എന്തോ എഴുതിക്കോ, അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള. ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ 2 ടീമുകൾ ലിസ്റ്റ് ചെയ്ത് റാങ്കിങ്ങിലുള്ള 50 റാങ്കിങ്ങിലുള്ള 2 ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ, നമ്മളെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലൊരു സ്റ്റേഡിയം. പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്തായിരുന്നു. അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ ഒരു ഫീൽഡ് വളരെ റഫാണ്. അപ്പോൾ അതവർ വരില്ല. അങ്ങനെയാണ് നമ്മൾ കൊച്ചി കണ്ടെത്തുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കളി നിർത്തി, കളി പോയി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും. പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലോ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നുള്ളത്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച്
നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്ത്. നമ്മൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ്. അവരുടെ സൈറ്റിലാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നതും പോസിറ്റീവ് മറുപടി തന്നെയാണ്. അവിടെ നടക്കണില്ലേ? നോക്കൂ, നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പം അത് ചെയ്യുന്നത്. അതുകൂടി അത് സത്യത്തിൽ ആരാധനൊക്കെ തയ്യാറാവുക? സർക്കാരിൻ്റെ ഒരു സ്റ്റേഡിയം നോക്കാൻ 10-50 നിൽക്കാൻ പോകുന്നില്ല ഒന്നും. അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കുകയാണ്. നമുക്കൊരു ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത്, കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു. അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതും നമ്മൾ രക്ഷപ്പെട്ടു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.